നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി വിഷയം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. ഒരുപക്ഷെ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളം കേരളം മുഴുവൻ കാത്തിരുന്ന ഏറ്റവും വലിയൊരു അൺബോക്സിംഗ് തന്നെയായിരിക്കും ഈ ഒരു ഗോപൻ സ്വാമിയുടേത്. അവസാനം നിയമം തന്നെ വിജയിച്ചിരിക്കുകയാണ്. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു ഗോപൻ സ്വാമിയുടെ വിഷയം. ഇദ്ദേഹത്തിൻ്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഇന്നലെ ഏകദേശം രാവിലെയോടുകൂടി ഒരു 6 മണി 6:30 ആ ഒരു കല്ലറ പൊളിച്ച് അതിനകത്ത് ഈ നെഞ്ച് വരെ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ട് മൂടിക്കൊണ്ട് ഈ ഒരു പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു മൃതശരീരം അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി. സ്വാഭാവിക മരണമാണ്, അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നുള്ളതാണ് ആദ്യം വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അവിടെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. കാരണം ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്, ഏകദേശം 1-2 വർഷക്കാലമായി അദ്ദേഹം കിടപ്പ് രോഗിയാണ്. ഇങ്ങനെ കിടപ്പ് രോഗിയായ ഒരു വ്യക്തി എങ്ങനെ ആ ഒരു മണ്ഡപത്തിൽ പോയി ഇരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സമാധി മണ്ഡപത്തിൽ എങ്ങനെ പോയി ഇരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. കിടപ്പ് രോഗിയായ കണ്ണ് കാണാത്തൊരു വ്യക്തി എങ്ങനെ ആ ഒരു മണ്ഡപത്തിനകത്ത് പോയി, അതും സ്വാഭാവിക മരണമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ്. നാട്ടുകാർ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ ഭാഗത്തു നിന്നും വന്ന ഒരു റിലീജിയൻ കാർഡിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. എന്തായാലും വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വർഗീയ ലഹള ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതം വലിച്ചിട്ടുകൊണ്ട് ആ ഒരു വിഷയത്തെ മാറ്റി മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ കാണിച്ച ഇവരുടെ ഈ ഒരു ബുദ്ധി ഇതാരിവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് എന്നുള്ളത് വ്യക്തമല്ല. അവർക്ക് പിന്നിൽ തന്നെ ഒരു അഡ്വക്കേറ്റ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഉപദേശിച്ചു കൊടുത്ത ആ ഒരു കുബുദ്ധിയാണോ എന്നുള്ളതും അറിയില്ല. പക്ഷെ പിന്നീട് അവർ മീഡിയാസിനോട് പറയുന്ന സമയത്ത് ഞാനങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഈ ഒരു വർഗീയതയെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മുൻപ് വളരെയധികം ആക്റ്റീവായി നിന്ന ആ ഒരു രണ്ടാമത്തെ മകൻ, പോറ്റിയായിട്ടുള്ള ആ ഒരു മകനെ പിന്നീട് നമ്മൾ കണ്ടതുമില്ല. മിനിയാന്ന് ഏതൊരു മീഡിയയുടെ ഒരു വിഷ്വലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പൂജ ചെയ്യുന്നതായിട്ട്. ആ ഒരു സമാധി മണ്ഡപത്തിൽ പോയി പൂജ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് ഇപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് സമാധി എന്നതിൽ നിന്നും ഈ ഒരു പ്രൊസീജിയർ മഹാസമാധി എന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഗോപൻ സ്വാമി, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മഹാസമാധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളും അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അവരുടെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ മക്കളായിക്കോട്ടെ, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു റൂൾസും പാലിക്കാതെ ഒരു മണ്ഡപം ഉണ്ടാക്കി അതിന് മുകളിൽ സ്ലാബും വെച്ചുകൊണ്ട് ആ ഒരു അച്ഛനെ അതിനകത്തേക്ക് ഇട്ട് വെച്ച് ഒരു പോസ്റ്റർ അടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് നാട്ടിലാകെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ ആ മക്കളുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ അവർ അതിൽ നിന്നും എന്താണ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക. ഇതിപ്പോൾ ഈ ഒരു സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട്, അതുവരെ കിടപ്പ് രോഗിയായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം വന്ന അച്ഛൻ സമാധിയായി എന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സമാധി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപക്ഷെ ആളുകൾ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആരും തന്നെ അത് വിശ്വസിക്കില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ പറയുന്നുണ്ട് സന്യാസിയായിരുന്നു, അങ്ങനെ സന്യാസിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സമാധിയാക്കണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അത്. പക്ഷെ അതിനെ പൊതുജനങ്ങൾ കല്ലറ തുറന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി മിസ്സിംഗ് ആണ് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് തീർച്ചയായും നാട്ടുകാർ കൊടുക്കുന്ന സമയത്ത് ജില്ലാ ഭരണകൂടമായിക്കോട്ടെ, ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ, അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തും. ഇതിപ്പോൾ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിഷയം മാത്രമല്ല, മറ്റേതൊരു വ്യക്തിയാണെങ്കിലും മാൻ മിസ്സിംഗ് കേസിൽ തീർച്ചയായും ഒരു അന്വേഷണം അവർ നടത്തും. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് അവർ അന്വേഷണം നടത്തി അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ വെളിപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് അച്ഛനെ സമാധിയാവണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതിന് നാട്ടുകാർ ഞങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ്, വേട്ടയാടിയതാണ് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ഞങ്ങളോട് മാപ്പ് പറയണം, ഞങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളെല്ലാം മാപ്പ് പറയണം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു ഒരു കുടുംബത്തെ മനഃപൂർവ്വം വേട്ടയാടി, അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം എന്നോണം അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപത്തിൽ പോയി ഒന്ന് തൊഴുതുകയെങ്കിലും ചെയ്യണം, ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഉള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സമാധിയാവണം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അച്ഛനെ സമാധിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് നാട്ടുകാരെ എല്ലാവരെയും അറിയിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിൽ ചെയ്യാൻ. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്ലാബിനടിയിലേക്ക് അച്ഛനെ ഇറക്കി വെച്ചുകൊണ്ട് അവിടെ സുഗന്ധദ്രവ്യങ്ങളായിക്കോട്ടെ ഭസ്മമായിക്കോട്ടെ ഈ നെഞ്ചിന് ഈ ഒരു ഭാഗം വരെ ഭസ്മവും ഇട്ടുകൊണ്ട് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ അത് പൊതുജനങ്ങൾ ആരും തന്നെ വിശ്വസിക്കില്ല, പ്രത്യേകിച്ച് കുറച്ച് യുക്തിബോധമുള്ള ആളുകൾ. അപ്പോൾ അതിനിടയ്ക്ക് റിലീജിയൻ കാർഡ് ഇറക്കി ആ ഒരു വർഗീയ ലഹളയും കലാപാഹ്വാനങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ച ഗോപൻ സ്വാമിയുടെ മക്കൾ, ഇവർക്ക് ഈ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ആരാണ് എന്നറിയില്ല, പക്ഷെ ഇവർക്ക് പിന്നിൽ വലിയൊരു ശക്തി തന്നെയുണ്ട്. കാരണം ഈ ഒരു വിഷയമായി ഇപ്പോൾ ആൾദൈവങ്ങൾ എന്ന് പറയുന്നത് ആൾദൈവങ്ങളുടെ ആ ഒരു ബിസിനസ് ഒരു വൻ സാമ്രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ ആൾദൈവങ്ങളുണ്ട്. ഈ ആൾദൈവങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ കാണുന്ന മുറയ്ക്ക് അവർക്ക് വേണ്ടി എന്തും ദാനം ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള സമാധികൾ വരും. ഈ സമാധികളിലേക്ക് ഇതൊരു ബിസിനസ് എന്ന ആ ഒരു രീതിയിൽ വലിയൊരു സാമ്രാജ്യമായി മാറാനും സാധ്യതയുണ്ട്. ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇവർ മനസ്സിൽ കണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കുബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ആ വ്യക്തികളായിക്കോട്ടെ, ഇപ്പോൾ ഒരുപാട് ഹൈന്ദവ സംഘടനകളൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു വ്യക്തി സമാധിയായി എന്നിരിക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ദർശനത്തിന് വേണ്ടി വരും. അതേത് തലത്തിലേക്കാണ് മാറുക എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ ആവതും പരിശ്രമിച്ചത്. അല്ലാതെ ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി ആ ഒരു മണ്ഡപത്തിന് ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തി ആ ഒരു വ്യക്തി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ച് നാട്ടുകാരെ ഒന്നും അറിയിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ അച്ഛൻ സമാധിയായി എന്ന് പറയുമ്പോൾ അവർ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതൊരു സ്വാഭാവിക മരണമാണ്, അസ്വാഭാവികതയൊന്നും ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചില വിഭാഗം ആളുകളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഗോപൻ സ്വാമിയുടെ വീട്ടുകാരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തു, അവരെ വേട്ടയാടി, മാധ്യമങ്ങളായിക്കോട്ടെ മറ്റു ചിലരായിക്കോട്ടെ അവരെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനായി ശ്രമിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി കാണാനില്ല എന്നുള്ള നാട്ടുകാരുടെ ആരുടെയെങ്കിലും പരാതി വരുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു വ്യക്തി സമാധിയായി അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആ ഒരു മരണത്തിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്, ഒരു ദുരൂഹതയുണ്ട് എന്ന് വരുന്ന പക്ഷം തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ എല്ലാവരും അന്വേഷിക്കും. അത് മാത്രമേ ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും അല്ലെങ്കിൽ പൗരയും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മുടെ നിയമത്തിന് മുകളിൽ ഒന്നും പോവരുത്, നിയമത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനും. അപ്പോൾ ഈ ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഹൈക്കോടതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ആ ഒരു പ്രൊസീജിയർ പാലിക്കാതെ അച്ഛൻ സമാധിയായി അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു, സമാധി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനിയെങ്കിലും ഓരോരുത്തരും മനസ്സിലാക്കുക, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ ജനങ്ങളും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നിയമങ്ങൾക്ക് മുൻപിലേക്ക് മറികടക്കാനുള്ള യാതൊരു അവകാശമോ അധികാരമോ നമുക്കില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇതുപോലുള്ള തിരിച്ചടികൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക കടമകളായിക്കോട്ടെ മൗലിക അവകാശങ്ങളായിക്കോട്ടെ അതൊക്കെ നമ്മുടെ പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയാണ്.
നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമസമാധാനം നിലനിർത്താനും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനൊക്കെ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇത്തരത്തിലുള്ള അവകാശങ്ങളും കടമകളൊക്കെ അനുശാസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ ഏതൊരു കാര്യം ചെയ്യാനും ആർക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല, അധികാരവുമില്ല. അതിപ്പോൾ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, എത്ര താഴെ നിൽക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ നിയമം സത്യത്തിൽ വിജയിച്ചു. നിയമത്തിന് മുകളിലല്ല ഒരു മതവിശ്വാസവും ഒരു അനാചാരവും അല്ലെങ്കിൽ ഒരു ആചാരവും എന്നുള്ളത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കും. സത്യത്തിൽ ഇതുവരെ നമ്മൾ കണ്ടതൊന്നും ആയിരിക്കില്ല കളികൾ. ഇനിയാണ് ഇതിന് പിന്നിലുള്ള കളികൾ കാണാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമൊക്കെ വാർത്തകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധി ഇത് വലിയൊരു ക്ഷേത്രമായി പുനരുദ്ധാനം ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണുന്ന ഒരു വിഷ്വലും ഇനി വരാൻ പോകുന്ന ഒരു വിഷ്വലൊക്കെ നോക്കുന്ന സമയത്ത് അതിലെത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴും ഈ ഒരു വ്യക്തി ഇത് സമാധി ആയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയെ പോയി തൊഴുതാനും വിളക്ക് കത്തിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മുടെ ഹിന്ദുക്കളിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ. കാരണം അവരൊന്നും എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല. അവർക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് ബ്ലൈൻഡായി ചില കാര്യങ്ങളെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അങ്ങേയറ്റം ഏത് രീതിയിലേക്കും പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ആൾ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇനിയും എത്രയെത്ര സമാധികൾ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരും എന്നുള്ളത് നമുക്ക് പറയാനാകില്ല. കാരണം ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.